വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അരുണിമ മിസ് ആണ്. മക്കൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യം പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് മിസ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം എക്സാം ഒക്കെ അടുത്തെത്തി അല്ലെ. അപ്പൊ ഈ ഒരു ചോദ്യം അല്ലെങ്കിൽ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യം എന്തായാലും ഉറപ്പാണ്. അപ്പൊ നമുക്ക് നേരെ എന്ത് ചെയ്യാം, വീഡിയോയിലേക്ക് പോകാം. അപ്പൊ മക്കളെ, ഇതാണ് നമ്മുടെ ചോദ്യം. ലുക്ക് അറ്റ് ദ ആർട്ട് ഫോം ഗിവൺ ബിലോ ആൻഡ് എക്സ്പ്ലെയിൻ അബൌട്ട് ഇറ്റ്. അല്ലെ, നോക്കിക്കേ, നിങ്ങൾ താഴെ കൊടുത്തിരിക്കുന്ന ചിത്രം നിരീക്ഷിച്ച് ഈ കലാരൂപത്തെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം, വിശദമായിട്ട് എഴുതണം. അപ്പൊ ഏതാണ് ഈ ഒരു കലാരൂപം എന്ന് ആദ്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായോ? ഏതാണിത്? ഇതാണ് നമ്മുടെ തുള്ളൽ കലാരൂപം അല്ലെ, തുള്ളൽ കലാരൂപം. അപ്പൊ തുള്ളലിനെ കുറിച്ച് എഴുതാൻ വേണ്ടി എപ്പോഴും എക്സാമിന് ചോദിക്കാറുണ്ട്. തുള്ളൽ എന്നുള്ള കലാരൂപം ആവിഷ്കരിച്ചത് ആരാണെന്ന് നമുക്കൊക്കെ അറിയാവോ? ആരാണ്? നമ്മുടെ കുഞ്ചൻ നമ്പ്യാരാണ് അല്ലെ. നോക്കിക്കേ നിങ്ങൾ, ഇറ്റ് വാസ് കുഞ്ചൻ നമ്പ്യാർ ഹു ഫൗണ്ടഡ് തുള്ളൽ. This art form mocks at the evil of the society with a pinch of humor. എന്ന് പറഞ്ഞാൽ എന്താണ്? സമൂഹത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അല്ലെ. ഈ പ്രശ്നങ്ങളെ ഹാസ്യാത്മകമായിട്ട്, അതായത് കുറച്ച് കോമഡി ആയിട്ടുള്ള രീതിയിൽ അവതരിപ്പിക്കലാണ് ശരിക്കും തുള്ളലിൽ ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു കലാരൂപം ഉടലെടുത്തതിന് പിന്നിലും ഒരുപാട് കഥകളുണ്ട് അല്ലെ. പണ്ട് മിഴാവ് കൊട്ടുന്ന ഒരാളായിരുന്നു കുഞ്ചൻ നമ്പ്യാർ അല്ലെ. അങ്ങനെ എന്ത് ചെയ്യാണ്, ഉറങ്ങിപ്പോയ സമയത്ത് എല്ലാവരും അദ്ദേഹത്തെ അപമാനിച്ചു. അങ്ങനെ ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് അദ്ദേഹം പുതിയൊരു കലാരൂപം ആവിഷ്കരിക്കുന്നത് എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അപ്പൊ എന്ത് തന്നെയായാലും നമ്മുടെ ഈ ഒരു കലാരൂപം അല്ലെ, സമൂഹത്തിലുള്ള കുറേ പ്രശ്നങ്ങളെ ഹാസ്യാത്മകമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട് എന്നുള്ള കാര്യം മക്കള് മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ അല്ലെ, തുള്ളൽ എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഓട്ടൻ തുള്ളൽ എന്ന് പറയാനുള്ള ഒരു ടെൻഡൻസി ആയിരിക്കും അല്ലെ ഉണ്ടാവുക. അപ്പൊ ഓട്ടൻ എന്ന് പറയുന്നത് തുള്ളലിലെ ഒരു വിഭാഗം മാത്രമാണ് എന്ന് മക്കളെ മനസ്സിലാക്കുക. There are 3 types of തുള്ളൽസ് അല്ലെ. അതിൽ ഒന്നാണ് ഓട്ടൻ, മറ്റേത് പറയൻ, മൂന്നാമത്തേത് ഏതാണ്? ശീതങ്കൻ അല്ലെ. ഇതാണ് നിങ്ങൾ ഈ ഒരു ചിത്രത്തിൽ കാണുന്നത്. കണ്ടേ, നോക്കിക്കേ നിങ്ങള്, ഓട്ടൻ തുള്ളൽ, പറയൻ തുള്ളൽ, ശീതങ്കൻ തുള്ളൽ എന്നിങ്ങനെ 3 തരത്തിൽ തുള്ളലുകൾ നമുക്ക് എന്ത് ചെയ്യാം, അവതരിപ്പിക്കാം അല്ലെ. അപ്പൊ ആ ഒരു സമയത്ത് ചമയത്തിലും അലങ്കാരത്തിലും ഒക്കെ എന്തുണ്ടാവും, വേഷവിധാനത്തിലും ഒക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകും. ഇതോടൊപ്പം തന്നെ തുള്ളലിനെ കുറിച്ച് എഴുതുന്നത് പോലെ തന്നെ മുൻ വർഷങ്ങളിൽ ചോദിച്ചിരിക്കുന്ന ഒരു കലാരൂപമാണ് കഥകളി എന്ന് പറയുന്നത് അല്ലെ. കലകളുടെ രാജാവായിട്ടുള്ള കഥകളിയെ കുറിച്ചും മക്കൾ എന്ത് ചെയ്യണം, കുറെ കാര്യങ്ങൾ പഠിച്ചു വെക്കാനുണ്ട്. എന്താണ് കഥകളെ കുറിച്ച് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റുക അല്ലെ. കേരളത്തിൽ രൂപം കൊണ്ട കലാരൂപമാണ് കഥകളി. നൃത്തത്തിനും അഭിനയത്തിനും സംഗീതത്തിനും ഒരുപോലെ പ്രാധാന്യം നൽകുന്ന ഒരു കലാരൂപമാണ് കഥകളി. അപ്പൊ നിങ്ങളോട് ചോദിക്കട്ടെ, കഥകളി നമുക്ക് വളരെ പെട്ടെന്ന് അഭ്യസിച്ചെടുക്കാൻ വേണ്ടി പറ്റുമോ? ഒരിക്കലും ഇല്ല അല്ലെ. ഒരുപാട് വർഷക്കാലത്തെ അധ്വാനമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റൂ, കഥകളി എന്നുള്ള കലാരൂപം നമുക്ക് അവതരിപ്പിക്കാൻ വേണ്ടി പറ്റൂ. അപ്പൊ ഈ ഒരുപാട് കലാരൂപങ്ങൾക്ക് മുന്നിലും കഴിവുള്ള ഒരുപാട് കലാകാരന്മാരുണ്ട് എന്നുള്ളത്, അവരുടെ പ്രയത്നമുണ്ട് എന്നുള്ള കാര്യങ്ങൾ മക്കൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ഇതോടൊപ്പം തന്നെ തിരുവാതിരയെ കുറിച്ച് എഴുതാനും അതേപോലെ തന്നെ മറ്റ് കലാരൂപങ്ങളെ കുറിച്ച് എഴുതാനും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. മക്കൾ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും ആ ഒരു കാര്യം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക. ഓക്കെ, എന്ത് ചെയ്യാ, നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.